വെള്ളം ഒഴിച്ചു കൊടുക്കണം, അതും ചെയ്യണോ ഞാൻ? നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ട്രിവാൻഡ്രം വരുന്നവർ സോറി പൈസ കൊടുത്തിട്ടില്ല. താങ്ക്സ് ഫോർ ഫുഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് നുഴഞ്ഞ് കയറിയിട്ടുണ്ട്. ഇത് ബീഫ് റോസ്റ്റ് ആണോ അല്ലെ കറിയാണോ? ബീഫ് പെരട്ടാണ് സംഭവം കേട്ടോ. ഇടിയപ്പവും പൊറോട്ട ബീഫ്. ഇത് ഇല വാട്ടിയെടുക്കുകയാണല്ലേ, പാർസലിന് പോകണല്ലേ? പാർസലിന് വേണ്ടി ഇല വാട്ടിയെടുക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ പൊറോട്ട ബോളാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രാവൽ ആൻഡ് ഫുഡ് അടി. നമ്മൾ ട്രിവാൻഡ്രത്തുള്ള രുചി തേടിയുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ രാവിലെ ഇപ്പോൾ കറക്റ്റ് സമയം 7 മണിയാണ്. 7 മണിക്ക് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ട്രിവാൻഡ്രത്തിൽ പണ്ടേ ഉള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് ഗുഡ് മോർണിംഗ് ഹോട്ടൽ. ഗുഡ് മോർണിംഗ് ഹോട്ടലിനെ പറ്റി കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയാം ഗുഡ് മോർണിംഗ് ഹോട്ടലിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്. രാവിലെ തുടങ്ങും അവിടുത്തെ കച്ചവടം. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും തന്നെ. അപ്പൊ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ തീർന്നോ ഇല്ലയോ എന്നുള്ളത് കാര്യം നമുക്കറിയില്ല. ചെമ്പ് പഠിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്താ പറഞ്ഞാല് രാവിലെ തന്നെ അവിടെ സംഭവം തീരും. പൊറോട്ട ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാന്നേ ഉള്ളൂ. എന്നാലും നമ്മളൊരു ശുഭപ്രതീക്ഷ വിടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോവാണ്. സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? കുഞ്ചാലമൂട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. എത്തി സംഭവം എത്തി. ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള അറിയാം. എങ്ങനെ ഉണ്ടാവോ ബീഫ്? എന്തായാലും നമ്മളിന്ന് കഴിക്കും. അതെ, നമ്മൾ എന്തായാലും ഇന്ന് കഴിച്ചിരിക്കും. യെസ്. അപ്പോൾ ഇനി ബാക്കി എത്ര ടൈം തൊട്ട് എത്ര ടൈം വരെ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അവരോട് ചോദിച്ചിട്ട് ഞാൻ ടൈം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. എത്ര റേറ്റ് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പോയി അവിടുത്തെ വിശേഷങ്ങൾ കാണട്ടെ, കൂടെ നിങ്ങളും. ഇതാണ് നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ. പക്ഷെ നമ്മളെ ചതിച്ചു ഗൈസ്. നമ്മൾ 7 മണിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത്. അതുകൊണ്ട് പകുതി ജനം ഇങ്ങനെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനുള്ളിൽ നൂഴ്ന്ന് ഇറങ്ങി. പക്ഷേ എങ്കിൽ അവർ നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചു. അപ്പൊ എന്ത് ചെയ്യും, നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. അല്ലെ 7 മണിയിൽ 9 മണിയല്ലേ, 9 മണി വരെ ഇവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതുവരെ എനിക്ക് പറ്റും തോന്നുന്നില്ല. അതിനിടയിൽ വേറെ എന്തെങ്കിലും കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ടോ? അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് നോക്കട്ടെ. 9 മണി കറക്റ്റ് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. 9 മണിയായി. അപ്പൊ നമുക്ക് ഉള്ളിൽ കയറാം. നല്ല തിരക്കുണ്ട്. ഉള്ളിൽ ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കൂടുതൽ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഒന്നും കാര്യങ്ങളൊന്നും ഉള്ളിലില്ല. നമുക്ക് എന്തായാലും ഉള്ളിൽ പോയി നോക്കാം. നല്ല കട്ട തിരക്കാണ്. അത്ര സ്പേസേ ഉള്ളിലുള്ളൂ. അപ്പൊ നമുക്ക് വെയിറ്റിംഗ് ആണ്. അവർ ഉള്ളിലത്തെ ആൾക്കാർ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് തരാം. എങ്ങനെയും എന്താ വെയിറ്റ് ചെയ്യല്ലേ? പൊറോട്ട ബീഫ് കഴിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ അത് പറ്റില്ല. നമുക്ക് ഫുള്ള് തന്നെ കഴിച്ചിരിക്കണം. ഈ തിരക്കണ്ടപ്പോൾ നീ ഇത് എസ്കേപ്പ് ആവാൻ നോക്കിയത്. പക്ഷേ ഇല്ല, പൊറോട്ടയും ബീഫിന് മുന്നിൽ നമ്മൾ അങ്ങനെ തലകുനിച്ച് കൊടുക്കില്ല. അപ്പം നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ട നല്ല വിജനമായ റോഡായിരുന്നു. ഇപ്പൊ നോക്കിയേ, നല്ല കട്ട തിരക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ബീഫും പൊറോട്ടയും ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം കേട്ടോ. ചേട്ടാ ഒന്ന് കണ്ടോട്ടെ. ഇത് ബീഫ് റോസ്റ്റ് ആണോ അല്ലെ കറിയാണോ? ബീഫ് പെരട്ടാണ് സംഭവം കേട്ടോ. ഇത് ഇല വാട്ടിയെടുക്കുകയാണല്ലേ, പാർസലിന് പോകണല്ലേ? പാർസലിന് വേണ്ടി ഇല വാട്ടിയെടുക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ പൊറോട്ട ബോളാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ 2 ഐറ്റമല്ലേ ഉള്ളൂ അല്ലേ? ഇടിയപ്പവും പൊറോട്ട ബീഫ്. ഇടിയപ്പം പൊറോട്ട ബീഫ്. ഇടിയപ്പം പിന്നെ വന്നതാണല്ലേ? ആദ്യം പിന്നെ രണ്ടാമത് വന്നത് ഇടിയപ്പമാണ്. ആദ്യം പൊറോട്ടയും ബീഫും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പൊറോട്ട ചുട്ട് വെച്ചതാണ് കേട്ടോ. ചേട്ടാ പപ്പടം ആയിക്കോട്ടെ ചേട്ടാ. ഓരോ പപ്പടം വെച്ച് എല്ലാവർക്കും ഓരോന്നെടുത്തു. കണ്ണന് മാത്രം 3 പപ്പടം. എന്താ നിനക്ക് 3 പപ്പടം? ഒന്നൊന്നും. അങ്ങനെ നമ്മൾ കഠിന പ്രയത്നത്തിന് ശേഷം നമുക്ക് 4 സീറ്റ് ചേട്ടൻ ഒപ്പിച്ച് തന്നിട്ടുണ്ട്. നല്ല ചൂടോടെ പൊറോട്ടയും ബീഫും വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിച്ചു പോകില്ലേ. ഇതിന് വേണ്ടിയാണ് ആൾക്കാർ വെയിറ്റിംഗ് കേട്ടോ. ഇത്രയും രാവിലെ ആൾക്കാർ വന്ന് ഈ ബീഫും പൊറോട്ടയും കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് എന്ന് പറയുന്നത് അത് ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. ചിലവർക്ക് രാവിലെ നോൺ വെജ് കഴിക്കാന്ന് പറയുന്നത് അത്ര നമുക്ക് ഭയങ്കര താല്പര്യമാണ്.
2 മറിയലുണ്ടെങ്കിൽ ഈ പപ്പടം നല്ലതായിട്ട് വരുള്ളൂ. 1 മറിയലേക്ക് പോരാ. ഇവിടെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 7 മണിക്ക് ഇവിടെ 7 മണിക്ക് അത് പണ്ട് 7 മണി പൊറോട്ട ബീഫ് റെഡിയാവും. ഇപ്പോൾ രാവിലെ മുമ്പ് വന്നിട്ട് 2 വർഷത്തിന് മുമ്പേ ഒരു 4-4:30 മണിക്ക് പുട്ട് പൊറോട്ട റെഡിയാവും. അത് ഒരു 7 മണിക്ക് തീരും. അതിനുശേഷം 7 മണിക്കാണ് ഈ പൊറോട്ടയും ബീഫും. അത് 11-11:30 മണി വരെ കാണും. അതിനുശേഷം അടച്ചിട്ട് വീണ്ടും 3 മണിക്ക് തുറന്നു. 3 മണിക്ക് ശേഷം 3 മണിക്ക് തുറന്ന ശേഷം 9 മണി വരെ കാണും ഞങ്ങൾ. ഇപ്പം അങ്ങനെയില്ല, വൈകുന്നേരം 6 മണി വരെ കാണും. 5-6 മണി. ഒരു സംശയം, ഒരു ദിവസം എത്ര ബീഫ് അത് പറയില്ല, അത് സീക്രട്ട് ആണല്ലേ? അത് മാത്രം ചേട്ടൻ പറയില്ല. എത്ര എന്നാലും നിങ്ങൾക്ക് ഊഹിക്കാം, നിങ്ങൾ തിരക്ക് കാണുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം എത്ര കിലോ ബീഫ് വേണ്ടി വരും. ഒന്ന് മാറ്റി കാണിച്ചു തരാം ബീഫിനെ. ആഹാ, കളർ കണ്ടാ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് പൊറോട്ടയും എല്ലാം ഉണ്ടാക്കുന്നതാണ്. വിറകടുപ്പിലാണ് ഇവർ ബീഫ് പൊറോട്ട എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ ഉള്ളത് മെനു കാർഡൊന്നുമില്ല. പൊറോട്ട, ബീഫ്, ഇടിയപ്പം, ഈ 3 സാധനം. മെനു കാർഡായിട്ട് വേണ്ട ആവശ്യമില്ലല്ലോ, ഈ ഐറ്റം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ പിന്നെ മെനു കാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ 10 ആൾക്കാർ ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. ഇത്ര പേർക്ക് ഇരിക്കാനേ സൗകര്യമുള്ളൂ. പിന്നെ ബാക്കി എല്ലാവരും പുറത്ത് വെയിറ്റിംഗ് ആണ്. എത്ര വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമ്മളിവിടെ വന്ന് കഴിച്ചിട്ടേ പോകുന്നു ശബ്ദം ചെയ്ത ആൾക്കാരാണ് ഈ റെസ്റ്റോറൻറ്റ് തപ്പി വരുന്നത്. എന്തായാലും ഗുഡ് മോർണിംഗ് ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാവും. ഞാൻ എന്തായാലും ബീഫ് ഒന്ന് ട്രൈ ചെയ്യട്ടോ. പൊറോട്ട തൊടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ്. നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് കേട്ടോ. നല്ല ടെൻഡർ ബീഫും. ഒന്നും പറയാനില്ല, വെറുതെ എല്ലാ ആൾക്കാരും ഇങ്ങനെ ഈ ഹോട്ടൽ തപ്പി അന്വേഷിച്ച് വരുന്നതും. പൊറോട്ടയാണെങ്കിൽ നല്ല സോഫ്റ്റും അതുപോലെ ക്രിസ്പിയുമാണ്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, അതുപോലെ ഉള്ളി നല്ല സോഫ്റ്റുമാണ്. അതേപോലെ ബീഫും നല്ല വെൽ കുക്ക്ഡാണ് കേട്ടോ. നല്ല റബ്ബർ പോലത്തെ ബീഫൊന്നും അല്ല, നല്ല ടെൻഡർ ബീഫാണ്. ഈ കട്ടൻ ചായ അടിപൊളി കേട്ടോ. അവർ പറഞ്ഞു ഇവിടുന്ന് എന്തായാലും ഇവിടെ വന്ന ഒരാൾ പറയാണ് ഇവിടുത്തെ കട്ടൻ ചായ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്തിട്ട് പോകാൻ പാടില്ല. ഇതിനുള്ളിൽ കറുവപ്പട്ടയും മിൻറ്റും ഒക്കെ ഇട്ടിട്ട് ഇഞ്ചിയും പിന്നെ ലെമണും ഉണ്ടായിരുന്നു അല്ലേ. അത് അടിപൊളി കട്ടൻ ചായ കേട്ടോ. പുതിനയിലുണ്ട്, എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. ഇതുവരെ ഞാൻ കുടിച്ചതിൽ വെച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ചായ കേട്ടോ. ഇതാണ് കട്ടൻ ചായയിൽ ഇടുന്ന സാധനങ്ങൾ കേട്ടോ. മാജിക് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതെന്താണ് ചേട്ടാ? അത് പറയില്ലല്ലേ, അത് സീക്രട്ട് ആണ് അല്ലേ? എന്തായാലും കറുവപ്പൊടി ഉണ്ടെന്ന് മനസ്സിലായി. കട്ടൻ ചായ മാത്രമേ ഉള്ളൂ അല്ലേ, പാൽച്ചായ ഇല്ല ഇവിടെ, വെറും കട്ടൻ ചായ മാത്രമാണ്. ഒന്ന് കട്ടൻ ചായ മതിയല്ലോ, അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ പൊറോട്ട ബീഫ് കഴിച്ചു, വരപ്പുള്ളായി. ഇനി നമുക്ക് വീട്ടിൽ പോവാം. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ട്രിവാൻഡ്രം വരുന്നവര്, സോറി പൈസ കൊടുത്തിട്ടില്ല. ട്രിവാൻഡ്രം വരുന്നവര് ഈ ഹോട്ടലിൽ വന്ന് പൊറോട്ടയും ബീഫും കഴിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല, അത്ര ടേസ്റ്റി ഫുഡാണ്. ബീഫ് എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടു. നല്ല ബീഫ്, ടെൻഡർ, ജ്യൂസി, സ്പൈസൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നു കറിയിൽ. അതുപോലെ പൊറോട്ടയും നല്ല റബ്ബറി പൊറോട്ടയല്ല, നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. എന്തായാലും കട്ടൻ ചായ പ്രത്യേകം പറയണ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കട്ടൻ ചായ. അത് നമ്മൾ ശരിക്കും കട്ടൻ ചായ കുടിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വന്നൊരു ചേട്ടനാണ് നമ്മോട് പറഞ്ഞത് നിങ്ങൾ എന്തായാലും കട്ടൻ ചായ കുടിക്കാതെ നിങ്ങൾ പോരുതെന്ന് പറഞ്ഞു. അങ്ങനെ കട്ടൻ ചായ ട്രൈ ചെയ്തു. എന്തായാലും ഹാപ്പി അല്ലേ? എല്ലാവരോടും പറയണ്ടേ വരാൻ. അപ്പോൾ ഇനി അടുത്തൊരു രുചിയായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.